കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ടീം ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോങ് ടേം ആയിട്ട് നമ്മൾ സമയമെടുത്ത് ബിൽഡ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. നമ്മുടെ ഇവിടുത്തെ സമയപരിമിതി കൊണ്ട് ഞാൻ ആസ് എ ബിസിനസ് ഓണർ നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് ഉണ്ടാവേണ്ട കുറച്ച് ചേഞ്ചസ് മാത്രമാണ് ഇന്ന് സംസാരിക്കുന്നത്. ആദ്യം നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള വിഷൻ ഉണ്ടാവണം. നമ്മുടെ ടീമിനെ കുറിച്ചുള്ള വിഷൻ. എന്റെ ടീം ഏത് രീതിയിൽ പെർഫോം ചെയ്യണം, എന്റെ ടീമിന് എന്തൊക്കെ സ്കിൽസ് ആണ് ഉണ്ടാവേണ്ടത്, അവർ എത്രത്തോളം കേപ്പബിൾ ആയിരിക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ ഒന്ന് ക്രോഡീകരിച്ചിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള വിഷൻ നമ്മുടെ ടീമിനെ കുറിച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാക്രിഫൈസ് ആണ്. സാക്രിഫൈസ് എന്ന് ഞാൻ പറയുമ്പോൾ ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എക്സ്പാൻഷൻ പ്ലാനുകളോ ഇതൊന്നല്ല നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടത്. മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ചില സമയങ്ങളിൽ നമ്മുടെ ഈഗോ ഹേർട്ട് ചെയ്യപ്പെടും. കാരണം നമ്മൾ ഓണറാണ്, നമ്മുടെ മൈൻഡ് സെറ്റ് ഓണർഷിപ്പ് മൈൻഡ് സെറ്റ് ആണ്. നമ്മുടെ ടീം മെമ്പേഴ്സ് എംപ്ലോയീസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഓണർഷിപ്പ് മൈൻഡ് സെറ്റ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല, അല്ലെങ്കിൽ അതിന് സാധ്യത വളരെ കുറവാണ്. ആ സമയത്ത് നമ്മൾ കാണുന്ന ആംഗിളിലായിരിക്കില്ല അവരൊരു കാര്യത്തെ കാണുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലായിരിക്കില്ല ഒരുപക്ഷെ അവര് എന്തെങ്കിലും കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ ഈഗോ പല സ്ഥലത്തും ഹേർട്ട് ചെയ്യപ്പെടും. പക്ഷേ നമ്മുടെ ടീം മെമ്പറുടെ മൈൻഡ് സെറ്റിനെ നമ്മുടെ ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ളത് ഒരു ലീഡറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് മനസ്സിലാക്കി സംയമനത്തോടെ പെരുമാറാൻ ചില സമയങ്ങളിൽ നമ്മുടെ ഈഗോ സാക്രിഫൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അതുപോലെ മുൻവിധിയോടെ ഒരു വ്യക്തിയെ കാണുക. ഒരു എംപ്ലോയി ഇവരെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇത്രയും ചെയ്യാൻ കഴിയൂ എന്നുള്ള മുൻധാരണ തീർച്ചയായിട്ടും നമ്മൾ എടുത്തു മാറ്റണം. കാരണം ഒരു അവസരം ഒരു വ്യക്തിക്ക് നൽകിയാലും മാത്രമാണ് അവർ ഏത് രീതിയിലാണ് ആ അവസരത്തെ യൂട്ടിലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവർ പെർഫോം ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അവർ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് തിങ്കിങ്, മുൻവിധി, ഈഗോ പോലുള്ള കാര്യങ്ങളെ ചില സമയങ്ങളിൽ ഒന്ന് സാക്രിഫൈസ് ചെയ്യാനായിട്ടുള്ള ഒരു വില്ലിങ്നെസ് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എംപവറിംഗ് മെന്റാലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. എന്തിനാണ് എംപവറിംഗ് മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്? എപ്പോഴും നമ്മുടെ ടീം മെമ്പർ വളരെ ആത്മാർത്ഥതയോടെ 100% റിസൾട്ട് നമുക്ക് തരാം. അവര് നമ്മളെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ്, നമ്മുടെ വിഷൻ, നമ്മുടെ ഡ്രീം അവരുടെ കൂടെ ഡ്രീം ആയിട്ട് മാറുമ്പോഴാണ്, അല്ലെങ്കിൽ അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോഴാണ് അവരുടെ ഫുൾ എഫേർട്ട് ഇട്ട് നമുക്ക് 100% റിസൾട്ട് അവർ തരാം. അങ്ങനെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ടീം മെമ്പറുടെ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയിയുടെ അവരുടെ കേപ്പബിലിറ്റീസ് ഒന്ന് ബിൽഡ് ചെയ്യാൻ, അവരുടെ സ്കിൽസ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കാനുള്ള മൈൻഡ് സെറ്റ് ആദ്യം നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അവർക്കൊരു പ്രശ്നം ഉണ്ടായാൽ അവരുടെ കൂടെ നമ്മൾ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം ബിൽഡ് ചെയ്താൽ മാത്രമാണ് ഒരു ടീം മെമ്പർ എടുക്കുന്ന അവരുടെ 100% ആയിട്ടുള്ള എഫേർട്ടുകൾ നമ്മുടെ ഓർഗനൈസേഷന്റെ സക്സസിന് വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് യു ഷുഡ് ഹാവ് എ ഹെൽത്തി കൾച്ചർ. നമ്മുടെ ഓർഗനൈസേഷനിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൾച്ചർ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കണം. ആ കൾച്ചർ കുറച്ച് വാല്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ഓരോ ബിസിനസ്സും ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പിൽ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഓർഗനൈസേഷനും ആവശ്യമുള്ള വാല്യൂസും ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് തന്നെ തീരുമാനിക്കാം നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മളും നമ്മുടെ എംപ്ലോയീസും ഒരുപോലെ ഫോളോ ചെയ്യേണ്ട വാല്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ സെൽഫായിട്ട് തീരുമാനിക്കാം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിലുള്ള കൾച്ചർ തീർച്ചയായിട്ടും ഒരു ഡെമോക്രാറ്റിക് കൾച്ചർ ആയിരിക്കണം. അതായത് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. രണ്ട്, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആയിരിക്കണം. അവരുടെ ക്രിയേറ്റിവിറ്റി പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള അവസരങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. എല്ലാവരെയും പല ഡെസിഗ്നേഷനിലുള്ളവർക്ക് പല രീതിയിലാണ് നമ്മൾ സാലറി കൊടുക്കുന്നതെങ്കിലും ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് എൻ ഇൻഡിവിജ്വൽ ഇക്വാലിറ്റി നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പൊ ഈ വാല്യൂസും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നമ്മൾ തന്നെ ഒന്ന് റെഡി ആയിരുന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രീം ടീമിനെ തന്നെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ബിസിനസ്സിലെ വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.